ഹലോ ഗൈസ്, അപ്പോൾ ഫ്രീക്ക് ജീസസ് എന്നൊരു ചാനൽ ഞാൻ ആരംഭിക്കുകയാണ്. എൻ്റെ യഥാർത്ഥ പേര് ഹെയ്ൻസ് എന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത്, ഇതെല്ലാം ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതിലൂടെ ഉണ്ടാകുന്ന മിസ്റ്റേക്സ് എല്ലാം നിങ്ങളൊന്ന് കണ്ണടയ്ക്കേണ്ട, നിങ്ങൾ കമൻസ് ഇട്ട് സജഷൻസ് പറഞ്ഞ് തെറി വിളിക്കാതെ സജഷൻസ് പറഞ്ഞ് എങ്ങനെയാണ് ചെയ്യുക, അതിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് മുന്നോട്ടുള്ള വീഡിയോസിൽ ഞാൻ അത് ബെറ്റർ ആക്കുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ ദിസ് ഇസ് ഗോണ ബി മൈ ഫസ്റ്റ് വീഡിയോ, ദിസ് ഇസ് ഗോണ ബി മൈ ഫസ്റ്റ് വ്ളോഗ്. ഇതെന്തെന്ന് വെച്ചാൽ ചെറിയൊരു കൊച്ചി ട്രിപ്പാണ്, വളരെ ചെറിയൊരു 1 day കൊച്ചി ട്രിപ്പാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും സുനിലും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ജേക്കബിൻ്റെ വീട്ടിലോട്ട് പോകുന്നതാണ് ഈ വ്ളോഗ്. ജേക്കബിൻ്റെ വീട് കൊച്ചിയിലാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി ഒരു ദിവസം ജേക്കബിൻ്റെ കൂടെ അവിടെ നിൽക്കും. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്, നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ട്രിപ്പാണ്. അതുകൊണ്ട് നമ്മൾ പോയി അവൻ്റെ കൂടെ നിന്ന് തിരിച്ച് ട്രിവാൻഡ്രത്ത് എൻ്റെ വീട് എത്തുന്നവരെ ഞാൻ വ്ളോഗ് ചെയ്യും. അപ്പോൾ ദിസ് ഇസ് ഗോണ ബി മൈ ഫസ്റ്റ് വ്ളോഗ്. സോ ഐ എം എക്സ്പെക്ടിങ് ഓൾ കൈൻഡ് ഓഫ് സപ്പോർട്ട് ഫ്രം യു ഗൈസ്. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഫ്ലോസ്, എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ സോ ദാറ്റ് ഐ ക്യാൻ കറക്റ്റ് മൈ സെൽഫ്. അത്ര തന്നെ. അപ്പം ആരംഭിക്കാം. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ രാവിലെ എണീറ്റിരിക്കുകയാണ്. മണി 4:20. ഇനി സമയമില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയായി പോകേണ്ടതാണ്. ഒരു 4:45 ഇവിടെ നിന്ന് ഇറങ്ങിയാൽ 5:10 അവിടെ എത്തുള്ളൂ. 5:15 ട്രെയിൻ. അപ്പോൾ ഇനി റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നൊരു ഊബറൊക്കെ പിടിച്ച് 5:15 വന്ദേ ഭാരതിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. വണ്ടി കൃത്യസമയത്ത് എടുക്കുകയും ചെയ്തു. ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, എറണാകുളത്ത് നമ്മുടെ ജേക്കബ് അളിയാണ് നമ്മൾ വിളിക്കാൻ വരാൻ പോകുന്നത്. അവനോട് ഞാൻ വ്ളോഗ് ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ വരുന്ന വരെ വലിയ വ്ളോഗ് ചെയ്ത് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വണ്ടി കയറി ഉടൻ തന്നെ വ്ളോഗ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അവൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും ഒരു പിടിയില്ല. എന്തായാലും നമുക്ക് കണ്ടറിയാം. പിന്നെ അധികം വൈകാതെ തന്നെ വണ്ടി നമ്മുടെ കൊച്ചി എത്തി. പോളി ത്രില്ല് തന്നെ. ഇതാണ് നമ്മുടെ സുഹൃത്തും ഗൈസ്. നമ്മളങ്ങനെ കൊച്ചി എത്തിയിരിക്കുകയാണ്. സുല്ലാൻ ഹൈ പറയാ. ഇത് ഞങ്ങളുടെ വ്ളോഗാണ്. കൊച്ചിയിലെ മഴയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഒരു രക്ഷയില്ല. ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിന്നിട്ടില്ല. ഭയങ്കര മഴ, പക്ഷെ കുഴപ്പമില്ല. ചൂടിനേക്കാളും നല്ലത് മഴ. ട്രിവാൻഡ്രത്ത് മഴ ഉണ്ടോടാ സുനിലെ? നാച്ചുറൽ. നമ്മളിപ്പോ എവിടെയാണ് പോകുന്നത്? ശരവണ ഭവൻ. എടപ്പള്ളി ടോളിലുള്ള ശരവണ ഭവൻ, ബെസ്റ്റ് വെജിറ്റേറിയൻ ഫുഡ് ഇൻ കൊച്ചി. അവിടുത്തെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും പറയൂ സുനിലെ. ഞാൻ എന്താ പറയാ, എന്തെങ്കിലും പറയടാ. എന്ത് പറയാൻ? കൊച്ചി പഴയ കൊച്ചി അല്ല. അന്ന് കൊച്ചി പഴയ കൊച്ചി അല്ല. ട്രാഫിക് ഒന്നുമില്ല. നമ്മളിപ്പോ തീർന്നേനെ. ജസ്റ്റ് മിസ്. ജേക്കബിന്റെ അതിവിദഗ്ധമായ ഡ്രൈവിംഗ് നാട്ടുകാരെല്ലാരും കണ്ടു. ഇപ്പൊ ഇടിച്ചു വന്നാരാ ഇവൻ താഴെ വെക്കൂലേ നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത് എന്തെങ്കിലും പറയടാ. എന്താണ് നിങ്ങൾക്ക് എന്താണ് കേൾക്കാൻ താല്പര്യം? നല്ലത് സാനിസാനി പോയി. അതെന്തോള് മറ്റേ നമ്മളൊന്നും പോയില്ല ഷൂ എടുക്കാനല്ലേ. ഞങ്ങളാ ന്യൂ ബാലൻസിന്റെ ഷൂ എടുത്തില്ലേ ആ കട. എനിക്ക് ചെരുപ്പ് വേണം അവിടെ. അത് കിട്ടും. ചപ്പൽ ചെരുപ്പ്, ഓപ്പൺ ചെരുപ്പ്. വീട്ടിൽ ഇടുന്നല്ല, മറ്റേ അങ്ങനത്തെ. അതവിടെ കിട്ടും. സാനിസാനി കിട്ടും. പക്ഷെ അവന്റെ കടയിൽ
ചെറിയ പറയാൻ വന്നത്. അതല്ല അങ്ങനെയല്ല, അത്ര നേരം അവന്റെ ഇടയിൽ അവന്റെ കടയിൽ അല്ലല്ല, അടുത്തത് ചെറിയായിരുന്നു. എടാ ഞാൻ ഉദ്ദേശിക്കണത് നോർമൽ ചെരുപ്പില്ല, ഞാൻ സാധാരണ ഇടുന്ന ചെരുപ്പ്, ഓപ്പൺ ചെരുപ്പ്. എടാ ഇവിടെ അല്ലേ, ഇവിടെ വേണ്ടല്ലേ, ഇത് കൊള്ളൂല, ഭയങ്കര ഒരു ക്ലംസി. അതെന്താ അങ്ങനെ ഇവര് അല്ല സോറി അല്ലേ, അങ്ങനെയല്ല. എടാ ഇത് ഭയങ്കര ഇതടാ എന്താ ജേക്കബ്, ഏറിയല്ല നീ ഏറിയൊക്കെ തന്നെ എനിക്ക് ആ മുറിക്കകത്ത് അത് ഭയങ്കര ഇതാടാ. എന്നാ പിന്നെ നീ ഇവിടെ കയറാം. ഇവിടെ കേറാ, അത് പറ്റൂല, എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നമ്മളിവിടെ വന്നിട്ടില്ലേ? ഉണ്ടല്ലോ. അവിടെ പോയി അത് ഭയങ്കര ഇതിന്റെ മുകളിൽ വല്ലതും കഴിക്കണം അല്ലേ? എടാ നീ ഇപ്പൊ ഫുൾ വീഡിയോ ആണ്. കുട്ടിത്തേവാങ്ക് പോലിരുന്ന നമ്മുടെ കൂട്ടുകാരൻ ഇപ്പോൾ എന്തുപോലെ പറസില്ലേ ഞാൻ ആസ്വദിക്കുകയാണല്ലേ അവന്റെ സൗന്ദര്യം. ഇതെല്ലാം പേരും അതെങ്ങനെയാണ് ഈ വീഡിയോ എടുക്കുന്ന ഉടനെ ബാക്കിൽ നിർത്ത സൈലന്റ്? അതിപ്പോ വരുന്നത്. ഹലോ ഗൈസ്, നമ്മള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ജേക്കബിന്റെ വീട്ടിൽ പോയി അങ്കിളിനെ ആന്റിയൊക്കെ കണ്ടു, ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് നമ്മളിപ്പം ഹോട്ടൽ ലോഫ്റ്റിലോട്ട് പോകണം. ഏതാ ജേക്കു? ലോഫ്റ്റ് പുതിയ ഹോട്ടലാണ്, ഒരു മാസമായിട്ടുള്ളൂ, ഇൻഫോ പാർക്കിന്റെ അടുത്ത്. സോ പുതിയതാണ്, വലിയ റിവ്യൂസ് ഒന്നും കേട്ടു തുടങ്ങിയില്ല. പക്ഷെ നമുക്ക് പോയി റിവ്യൂ നമ്മളാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഇവിടെ താമസിക്കാൻ പോകണം അല്ലേ? ആദ്യമായിട്ട് നമ്മളല്ല, എന്നാലും നമ്മുടെ കൂട്ടത്തിലുള്ളവരിൽ ആദ്യമായിട്ട് നമ്മളായിരിക്കും. ഓക്കെ, നമുക്ക് ഹോട്ടൽ ലോഫ്റ്റിൽ പോയിട്ട് അവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. സുല്ല എന്തോടാ, എന്തെങ്കിലും പറയാനുണ്ടല്ലേ? ഇവന് വേണോ? നീ ഇതിന് വേണ്ടിയിട്ടാണ് എന്നെ ഇത്ര കഷ്ടപ്പെട്ട് എടുപ്പിച്ചത്. നമ്മളത് ഇൻഫോ പാർക്കിനകത്ത് കയറിയിരിക്കുകയാണ് ഗൈസ്. ഇൻഫോ പാർക്കിന്റെ എക്സ്പ്രസ് വേക്കകത്ത് കയറിയിരിക്കുകയാണ്. ചെയ്യാൻ പറ്റുന്നില്ല. ആഹാ, എന്തൊരു നിശബ്ദത. ഇവിടെ പണി നടക്കുകയാണ്. ഇത് മെട്രോയുടെ പണിയാണ്, പാർക്കിനകത്തുള്ള മെട്രോ. എടാ നീ ശ്വാസം വിടുന്ന സൗണ്ട് കേൾക്കണോടാ. സ്റ്റാച്ചു അവന് ഡയലോഗ് എഴുതി കൊടുക്കണം, സിനിമാടനല്ലേ. സിനിമ വലിയ സിനിമാടനാണ്. അതാ കണ്ടു. ജമാലിന്റെ പുഞ്ചിരി എന്ന സിനിമയിലെ വില്ലൻ, എന്നാൽ മുറ എന്ന സിനിമയിൽ ദേ വന്നു ദാ പോയി. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഹോട്ടൽ ലോഫ്റ്റിലെത്തി ചെക്ക് ഇൻ ചെയ്തു. നമ്മുടെ സുനിലളിയൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നൊരു വിസ്കി ഉണ്ടായിരുന്നു, നമ്മളത് പൊട്ടിച്ചു, 2 വെച്ച് അടിച്ചു. അങ്ങനെ നല്ല മൂഡായി, ഒന്നും കൂടെ വെളിയിലിറങ്ങാൻ തീരുമാനിച്ചു. നോക്കൂ ഗൈസ്, കൊച്ചിയുടെ മനോഹരമായ കായൽ തീരത്താണ് നമ്മൾ. വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങി അകത്തോട്ട് കയറാൻ പറ്റില്ലെന്ന് ലോഫ്റ്റിലുള്ളവർ നമ്മുടെ മുഖത്തടിച്ച് പറഞ്ഞു. എങ്കിൽ പിന്നെ നമുക്ക് കൊണ്ട് വാശിന്ന് നമ്മളും തിരിച്ച് തെളിയിച്ച് ഒന്നും നോക്കിയില്ല, പട്ടിയെ പോലെ വെളിയിൽ പോയി നമ്മൾ ഫുഡും അടിച്ച് തിരിച്ച് മുറി വന്ന് ഒരു കുളിയും പാസ്സാക്കി നേരെ ഫോറം മോളിൽ പോയി നരിവേട്ട കണ്ടു. നരിവേട്ട കണ്ടെങ്കിൽ അതിൻ്റെ വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്, കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലംസ് കാരണം. ഹലോ ഗൈസ്, നമ്മൾ വോയേജേഴ്സിലെത്തിയിരിക്കുകയാണ്. വോയേജേഴ്സ് 24/7 ഓപ്പൺ ആയിട്ടുള്ള കടയാണ് വോയേജേഴ്സ്. ബർഗർ പ്ലേസാണ്, സൂപ്പർ ബർഗർ പ്ലേസാണ് വോയേജേഴ്സ്. നമ്മൾ പണ്ട് മുതലേ നമ്മൾ കൊച്ചിയിൽ വരുമ്പം പോകുന്ന സ്ഥലമാണ് വോയേജേഴ്സ്. 4 മണിയായി, 4 മണിയായി. ഞങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പോയിരിക്കുകയാണ്. നമ്മൾ ഒരു ജ്യൂസി ബർഗർ അടിച്ചിട്ട് തിരിച്ച് നമ്മൾ റൂമിലോട്ട് പോകുന്നതാണ്. ഓക്കെ,
നമ്മൾ പിന്നെ പണ്ടേ ഈ നട്ടപ്പാതിരേക്ക് വിശപ്പിൻ്റെ അസുഖമുള്ള 3 ചെറുപ്പക്കാരായതുകൊണ്ടേ ഈ ടോണിക്കോലും ബോയജോസിലും സ്ഥിരം പോകാറുണ്ട്. ഞാനും ജേക്കബും കൺട്രി സ്റ്റൈൽ ഇല്ലേ, കൺട്രി സ്റ്റൈൽ ഹാംബർഗർ, സിംഗിൾ പാറ്റി കൺട്രി സ്റ്റൈൽ ഹാംബർഗർ, 2 ഹോട്ട് ചോക്ലേറ്റ്. ഇത് ഏതാ? എൻ്റെത് ഫാറ്റ് ബോയ്. Fat boy But he looks so slim. Yeah. ആ സിംഗിൾ പാക്ക് ചെയ്യുന്നുണ്ട്. നീ ഡബിൾ പാറ്റ് ആണ്. പൊളിയാണോ? വാ വാ വാ. ശരിക്കും കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ ഒരു സിനിമ കാണാൻ പോയി. സിനിമയുടെ പേരെന്തോടെ മറന്നുപോയല്ലോ. നരിവേട്ട കാണാൻ പോയി. ഫോറം മോളിൽ കാണാൻ പോയി. ഫോറം മോളിൽ നല്ലൊരു മോളാണ്, പക്ഷേ പാർക്കിംഗ് വെറും ദുരന്തമായിരുന്നു. എന്താണ് പാർക്കിങ്ങിനെ കുറിച്ചുള്ള റിവ്യൂസ് ബോയ്സ് പറയൂ. ചെക്ക് പറ. വെറും ശോകമായിരുന്നല്ലേ, കറങ്ങി ഛർദിക്കാനൊക്കെ വന്നു. സുനില നീ പറയല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു ഫോറം മോളിലെ പാർക്കിംഗ്? ഫോറം മോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ കൊച്ചി ലുലു മോളിനേക്കാളും നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു മോളായിട്ടാണ് തോന്നിയത്. അപ്പാർട്ട് ഫ്രം പാർക്കിംഗ് ഭയങ്കര ഒരു മെയ്സാണ്. വൃത്തികെട്ട പാർക്കിംഗ്. അതെ, അകത്ത് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് എങ്ങനെ കയറണം എന്ന് അറിയത്തില്ല, അകത്ത് കയറി കഴിഞ്ഞാൽ എങ്ങനെ പുറത്തിറങ്ങണം എന്ന് അറിയത്തില്ല. അതെ, നമുക്ക് തോന്നിയെന്ന് വെച്ചാൽ അതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് പോകാൻ പറ്റില്ല, അകത്തോട്ട് കയറാനും പറ്റില്ല. അതെ, പിന്നെ നമ്മൾ അതിനകത്ത് കിടന്ന് ചുറ്റി അവസാനം എങ്ങനെയൊക്കെയോ വെളിയിറങ്ങി. അതായിരുന്നു ഫോറം മോളിൻ്റെ ദുരന്തം പിടിച്ച പാർക്കിംഗ്. അതുകൊണ്ട് നമ്മൾ ഇനി ഒരിക്കലും ഫോറം മോളിലോട്ട് പോവില്ല എന്ന് സത്യം ചെയ്തു. പക്ഷെ സിനിമ കൊള്ളായിരുന്നല്ലേ, അടിപൊളി പടമായിരുന്നു, നല്ല ടച്ചിങ് ആയിരുന്നു. സ്പോയിലേഴ്സ് ഒന്നും നമ്മൾ പറയുന്നില്ല. സിനിമ നല്ലൊരു പടമായിരുന്നു, സൂപ്പർ സിനിമയായിരുന്നു. ടൊവിനോ അടിപൊളിയായിട്ട് അയ്യോ നമ്മൾ ആറാട്ടെണ്ണനെ മാറുമല്ലോ, വേണ്ട, നല്ല പടമായിരുന്നു. ജക്കോ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം അതിൻ്റെ പേര് ജക്കോബി അവിടെ എന്തോന്ന് കണ്ടുകൊണ്ട് കിടക്കുകയാണ്. വൈൻഡപ്പ്. Peace out, people. Yeah. Gotta get some sleep. Okay. സുല്ലേ? Good night. ഓക്കെ ഗൈസ്, നമുക്ക് കാണാം. താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്. മോർണിംഗ് ഗൈസ്, നമ്മൾ ഡേ 2 ഓഫ് കൊച്ചി ട്രിപ്പാണ്. രാവിലെ ഉറക്കണിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താഴോട്ട് വന്നിരിക്കുകയാണ്. സുനിലും ജേക്കബും റെസ്റ്റോറൻറ്റിലോട്ട് പോയിട്ടുണ്ട്, കാണിച്ചു തരാം, വെയിറ്റ്. കറങ്ങി നടന്ന് ജേക്കബിൻ്റെ വീട്ടിലോട്ട് പോയി അവിടേക്കൊക്കെ വിൻഡോ ഷോപ്പിങ്ങിനൊക്കെ പോയതിനു ശേഷം ട്രെയിൻ കയറാനുള്ള പരിപാടിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ നമ്മുടെ ഹോട്ടലിലെ സ്റ്റേ പാക്കേജിൽ കോംപ്ലിമെൻ്ററി ആയതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ നല്ലൊരു അലക്കാട്ട ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്ത് നല്ല സൂപ്പർ ഫുഡായിരുന്നു. അതൊക്കെ കഴിച്ച് അത് സെറ്റാക്കി. പിന്നെ നമ്മുടെ ഈ ഒരു എന്താ പറയുക, കൊച്ചി ട്രിപ്പിൻ്റെ ഒരു പ്രത്യേകത തന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴൊക്കെ ജേക്കബിനെ കാണാൻ കൊച്ചിയിൽ ഇങ്ങനെ പോയിട്ടുണ്ടോ, അത് 1 ദിവസമായാലും 2 ദിവസമായാലും നമുക്ക് യാതൊരു വിധത്തിലുള്ള പ്ലാനിങ് കാണില്ല, ഒരു പ്ലാനിങ്ങും ഉണ്ടാവില്ല. നമ്മളവിടെ ചെല്ലുന്നു, നമ്മളപ്പോൾ തീരുമാനിക്കുന്നു എവിടെ പോവാം, എന്ത് ചെയ്യാം, അതുപോലെ അങ്ങ് ചെയ്യുന്നു. എല്ലാ തവണയും ഇത് തന്നെയാണ് നടക്കുന്നത്. ഇത്തവണയും അത്രേ സംഭവിച്ചിട്ടുള്ളൂ. നമ്മളവിടെ ചെന്നു, സ്പോട്ടിന് തീരുമാനിച്ചു, സ്പോട്ടിന് എവിടേക്കോ പോയി എന്തൊക്കെയോ ചെയ്തു. അതാണ് ഈ ഒരു ട്രിപ്പിൻ്റെ സക്സസ്സും. അങ്ങനെ രാവിലത്തെ ആ പരിപാടി കഴിഞ്ഞതോടെ നമ്മൾ നേരെ മുകളിൽ റൂമിലോട്ട് പോയി കുളിച്ച് ഫ്രഷായി കുറച്ച് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തു. ചെക്കൗട്ടിനുള്ള പരിപാടി തുടങ്ങി. അങ്ങനെ നമ്മൾ ചെക്കൗട്ട് ചെയ്യാണ്. എവിടെ സുനിലെവിടെ? ഓക്കെ, നല്ലൊരു സ്റ്റേ ആയിരുന്നു. എൻ്റെ പേരെന്താണെന്ന് പറയാം? ലോഫ്റ്റ് വാസ് എ ഗുഡ് സ്റ്റേ. സർവീസ് ഒന്നും വലിയ ഗുണമില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പം ചെക്കിങ് ഔട്ട്, ബൈ. അങ്ങനെ ഹോട്ടൽ ചെക്കൗട്ടിന് ശേഷം നമ്മൾ കുറച്ച് അലഞ്ഞു തിരിഞ്ഞു.
എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ പനമ്പള്ളി പോയി ലഞ്ച് അടിച്ചു. എന്നിട്ട് അവിടെ നിന്ന് തന്നെ ഒരു 77 എന്നൊരു കടയിൽ കയറി സുനിലിന് വേണ്ടി ഒരു പൊളി നൈക്കിയുടെ ഒരു ഷൂ എടുത്തു. പിന്നെ എനിക്കൊരു ചെരുപ്പും എടുത്തു. നൈക്കിയുടെ അല്ല, സാധാ ഒരു ചെരുപ്പ്. അതിനുശേഷം നമ്മൾ ടോയ് ഷോപ്പിൽ പോയി നമ്മുടെ സുനിലിൻ്റെ മോൻ യോഗിക്കുട്ടന് വേണ്ടി ഒരു കാർ ടോയ് മേടിച്ചു. ഗൈസ്, അങ്ങനെ നമ്മുടെ കൊച്ചി ട്രിപ്പ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. നെക്സ്റ്റ് നമ്മുടെ ട്രിപ്പ് വരുന്നത് വരെ ഗുഡ് ബൈ, സീ യു. അങ്ങനെ കൊച്ചി ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്ദേ ഭാരതിൽ തന്നെ കയറി നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രം വിടുവാണ്. എല്ലാം ഒന്നും വീഡിയോയിൽ പകർത്താൻ പറ്റില്ല ഗൈസ്, റൂക്കി വ്ളോഗറല്ലേ. അടുത്ത പ്രാവശ്യം നമുക്ക് സെറ്റാക്കാം. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ നമ്മുടെ കൊച്ചി ട്രിപ്പ് കഴിഞ്ഞ് ട്രിവാൻഡ്രം എത്തിയിരിക്കുകയാണ്, വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഒന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചി വരെ പോകുന്നതിന് ഇത്രയും വലിയ ട്രിപ്പും ഇത്രയും വലിയ സംഭവമായിട്ട് കാണിക്കണമെന്ന്. അറിയാം, വലിയ സംഭവമൊന്നുമല്ല, വലിയ ട്രിപ്പൊന്നുമല്ല ഇത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച്, എന്നെയും ജേക്കബിനെയും സുനിലിനെയും സംബന്ധിച്ച് ഇത് വലിയൊരു ട്രിപ്പ് തന്നെയാണ്. കാരണം നമ്മൾ പോയിട്ടുള്ള വേറെ വലിയ വലിയ ട്രിപ്പുകൾ, അല്ലെങ്കിൽ നമ്മൾ ഇനി പോകാനിരിക്കുന്ന വലിയ വലിയ ട്രിപ്പുകളിനേക്കാളും കൂടുതൽ സന്തോഷം തരുന്ന ഒരു ട്രിപ്പാണ് നമ്മളെ സംബന്ധിച്ചത്. കൊച്ചി വരെയുള്ള ചെറിയൊരു യാത്രയാണ്. എന്നാലും എല്ലാ വർഷവും ഇതുപോലെ 2-3 തവണ നമ്മൾ പോകാറുണ്ട്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണ നമ്മൾ പോകാറുണ്ട്. പോയി നമ്മൾ ജേക്കബിൻ്റെ കൂടെ, നമ്മുടെ സുഹൃത്തിൻ്റെ കൂടെ അവിടെ 1-2 ദിവസം നിൽക്കാറുമുണ്ട്. അപ്പം ഒന്നുമില്ല, ഇത് നിങ്ങൾ ഈ കണ്ട പോലെ തന്നെ ചെറിയ ചില്ലിങ്ങാണ്, ഇതുപോലത്തെ ഒരു സന്തോഷം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇതൊരു സൂപ്പർ ട്രിപ്പായിരുന്നു. വളരെ അടിപൊളിയായിട്ടത് പോയി വന്നു, ഒരു കുഴപ്പമില്ലാതെ. അപ്പം എനിവേസ്, താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ ആൻഡ് സപ്പോർട്ടിങ് us. സോ അപ്പോൾ ഇനി വേറൊരു ട്രിപ്പ് അല്ലെങ്കിൽ വേറൊരു വീഡിയോ വരുന്നത് വരെ have fun, keep rocking. Good night guys. So Flick Jesus signing off.